വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവനോട് തുല്യമായി ഒന്നുമേയില്ല. ഇത് അങ്ങനെ തന്നെ വിശദീകരിക്കുന്നുണ്ട് സൂറത്ത് ശൂറയുടെ 11-ാമത്തെ വചനത്തിൽ, ലൈസ കമിസ്ലിഹി ഷൈഉൻ, അല്ലാഹുവിനെ പോലെ ഒന്നുമേയില്ല. ഈ ഇലാഹിനെയാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഈ ഇലാഹിനെയാണ് ആദം നബി മുതൽ ഹബീബായ റസൂൽ തങ്ങൾ വരെയുള്ള 1,00,000 പ്രവാചകന്മാർ ലോകത്തോട് പ്രബോധനം ചെയ്തത്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എൻ്റെ പൂർവികരാകുന്ന പ്രവാചക സഹോദരന്മാരും പ്രചരിപ്പിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠ വചനം ഈ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്നാണ്. അതാണ് യേശു പറഞ്ഞത്. മർക്കസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. ഇസ്രായേലെ കേൾക്കുക, ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കർത്താവ്, ഏക കർത്താവ്, അവനെ മാത്രമേ ആരാധിക്കാവൂ. ഇതേ വചനം ബൈബിളിൽ എത്ര ആവർത്തിച്ച് വരുന്നുണ്ട്. ഇദ്ദേഹം ബൈബിൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. ബൈബിളിൽ ഇല്ലാത്തത് ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് വരണം. ഇത് എത്ര ബൈബിൾ വചനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി 40 ദിവസം മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി സാത്താൻ. അവസാനം കല്ലെടുത്തിട്ട് അപ്പാക്കാൻ പറയുന്നുണ്ട്, ചാടാൻ പറയുന്നുണ്ട്, പല അത്ഭുതങ്ങളും കാണിക്കാൻ പറയുന്നുണ്ട്. ലാസ്റ്റ് വെച്ച് യേശു ക്രിസ്തു പറയുന്ന വാക്യം, സാത്താനെ പോകൂ, നമ്മുടെ ദൈവം ഏകദൈവം, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് വിശുദ്ധ ലിഖിതത്തിലുണ്ടല്ലോ എന്നാണ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. എല്ലാ പ്രവാചകന്മാരും ഇതാണ് പഠിപ്പിച്ചത്. ഹൈന്ദവ ആദർശ ഗ്രന്ഥങ്ങളിൽ നമുക്ക് അതാണ് കാണാൻ പറ്റുന്നത്. ഏകനാകുന്ന ദൈവത്തെക്കുറിച്ച്, കണ്ണിന് കാഴ്ച നൽകുന്നവൻ, അവനാണ് ദൈവം. കേനോപനിഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം.